ഇതിൽ ഒക്ടോബർ 9 പോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് ബഹുജൻ സമാജ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒക്ടോബർ 12. ദേശീയ തലത്തിൽ BSPയുടെ സ്ഥാപകൻ മാന്യവർ കാൻഷുറാംജിയാണ്. എന്നാൽ സംസ്ഥാന തലത്തിൽ കേരളത്തിൽ ബഹുജൻ സമാജ് പാർട്ടിയുടെ സ്ഥാപകൻ മാന്യവർ കല്ലറ സുകുമാരൻ അവറുകളാണ്. അദ്ദേഹം ഏതാണ്ട് 80കളിൽ തന്നെ, അതിനു മുമ്പ് തന്നെ ആരംഭിച്ച അദ്ദേഹത്തിന്റെ പ്രസ്ഥാനങ്ങൾ KHF, അതുപോലെ തന്നെ IDF, അതുപോലെ തന്നെ ILP, അങ്ങനെ നിരവധി പ്രസ്ഥാനങ്ങൾ, CKTU, സെന്റർ ഓഫ് കേരള ട്രേഡ് യൂണിയൻ അടക്കമുള്ള അദ്ദേഹത്തിന്റെ വ്യത്യസ്തമായ പ്രസ്ഥാനങ്ങൾ ആരംഭിച്ച് കേരളത്തിൽ ഒരാൾ പോലും പാർശ്വവൽക്കരിക്കപ്പെട്ട അടിസ്ഥാന ജനതയുടെ പ്രശ്നങ്ങൾ കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ ഉന്നയിക്കാൻ ഇല്ലാതിരുന്നൊരു സമയത്ത് സജീവമായി കേരളത്തിലെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ ഉന്നയിക്കാത്ത, മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികൾ അവഗണിച്ച പ്രശ്നങ്ങളെ കേരളീയ സമൂഹത്തിന് മുമ്പിൽ ഉയർത്തിക്കൊണ്ടുവരികയും കേരളത്തിലെ EMS അടക്കമുള്ള കേരളത്തിന്റെ ചരിത്രമെഴുതിയ ചരിത്രകാരന്മാരാൽ തമസ്കരിക്കപ്പെട്ട മഹാത്മാ അയ്യങ്കാളി അടക്കമുള്ള, പാമ്പാടി ജോൺ ജോസഫ് അടക്കമുള്ള നിരവധി സാമൂഹിക പരിവർത്തന മുന്നേറ്റങ്ങൾക്ക് നേതൃത്വം കൊടുത്ത അടിസ്ഥാന വർഗത്തിൽ നിന്നും ഉയർന്നു വന്ന ആളുകളെ കേരളത്തിന്റെ രാഷ്ട്രീയ മുഖ്യധാരയിലേക്ക് പരിചയപ്പെടുത്തുകയും ആ നിലയിൽ മഹാത്മാ അയ്യങ്കാളിക്ക് ശേഷം ജാതിയുടെ പരിഗണനകളില്ലാതെ, മതത്തിന്റെ പരിഗണനകളില്ലാതെ, ജാതിക്കും മതത്തിനും അതീതമായി കേരളത്തിലെ പാർശ്വവൽകൃത ജനതയെ സംഘടിപ്പിച്ച് അതിനെ രാഷ്ട്രീയവൽക്കരിച്ച ഉജ്ജ്വലനായ ഒരു മഹാനാണ് മാന്യവർ കല്ലറ സുകുമാരൻ അവറുകൾ. അദ്ദേഹത്തിന്റെ പ്രസ്ഥാനം മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് മാന്യവർ കാൻഷുറാംജിയുമായി ബന്ധപ്പെടുകയും ദേശീയ തലത്തിൽ സമാന സ്വഭാവമുള്ള ബഹുജൻ സമാജ് പാർട്ടിയെ കേരളത്തിൽ കൂടി അവതരിപ്പിക്കുവാൻ ഈ ദേശീയ തലത്തിലുള്ള മഹാനായ നേതാവ് മാന്യവർ കാൻഷുറാംജിയുമായി സംസാരിച്ച് ധാരണയായതിന്റെ അടിസ്ഥാനത്തിൽ 1989 ഓഗസ്റ്റ് മാസം 15-ാം തീയതിയാണ് കേരളത്തിൽ ബഹുജൻ സമാജ് പാർട്ടി സ്ഥാപിക്കപ്പെടുന്നത്. ആ നിലയിൽ ബഹുജൻ സമാജ് പാർട്ടിയെ സംബന്ധിച്ച് മാത്രമല്ല, മഹാത്മാ അയ്യങ്കാളിക്ക് ശേഷം കേരളത്തിൽ ബഹുജൻ രാഷ്ട്രീയം ഉയർത്തിയ അതുല്യനായ ഒരു വ്യക്തി എന്നുള്ള നിലയിൽ, ഉജ്ജ്വലനായ നേതാവ് എന്നുള്ള നിലയിൽ വളരെ പ്രധാനപ്പെട്ട, ഇന്നും നാം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വ്യക്തിത്വമാണ് മാന്യവർ കല്ലറ സുകുമാരൻ എന്ന് പറയാനാണ് ബഹുജൻ സമാജ് പാർട്ടി ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഒക്ടോബർ മാസം 12-ാം തീയതി ബഹുജൻ സമാജ് പാർട്ടി സംസ്ഥാന വ്യാപകമായി പ്രാദേശിക തലങ്ങളിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോയിൽ പുഷ്പാർച്ചന അടക്കമുള്ള അനുസ്മരണ പരിപാടികൾ വ്യത്യസ്തമായ മേഖലയിൽ സംഘടിപ്പിക്കുന്നുണ്ട് എന്ന് കേരളത്തിലെ പൊതുജനങ്ങളെ, വിശിഷ്യ കേരളത്തിലെ അടിസ്ഥാന ജനതയെ അറിയിക്കുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. തീർച്ചയായും കേരളത്തിൽ ഇന്ന് ബഹുജൻ സമാജ് പാർട്ടി അടക്കമുള്ള എല്ലാ ദലിത് ബഹുജൻ പ്രസ്ഥാനങ്ങൾക്കും അതിൻ്റെ ഒരു അടിത്തറയായി വർത്തിക്കുന്നത് കല്ലറ സുകുമാരനും അദ്ദേഹത്തിന്റെ മുന്നോട്ട് വെച്ച രാഷ്ട്രീയവും അദ്ദേഹത്തിന്റെ ആദർശങ്ങളുമാണ് എന്ന് പറയുന്നത് വളരെ അഭിമാനത്തോടു കൂടിയാണ്. കേരളത്തിലെ ഏത് ഗ്രാമങ്ങളിൽ ചെന്നാലും കല്ലറ സുകുമാരന്റെ കഥ പറയുന്ന, അദ്ദേഹത്തിന്റെ ഓർമ്മകൾ അയവിറക്കുന്ന ആയിരക്കണക്കിന് ആളുകൾ കേരളത്തിന്റെ വ്യത്യസ്തമായ ഗ്രാമങ്ങളിലുണ്ട്. ആ നിലയിൽ ബഹുജൻ സമാജ് പാർട്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ഒക്ടോബർ 12-ാം തീയതി സ്മരിക്കുകയാണ്.